വനിതാ സംവരണം ലക്ഷ്യമിട്ടുള്ള മണ്ഡല പുനർനിർണയ ബില്ലിൽ പാർലമെന്റിൽ നിർണായക വോട്ടെടുപ്പ് 6 മണിക്ക് നടക്കും. 18 മണിക്കൂർ നീണ്ട ചർച്ചയാണ് വിഷയത്തിൽ സഭയിൽ തീരുമാനിച്ചിരുന്നത്. അത് നീണ്ടുപോവുകയാണ്. 6 മണിക്കായിരിക്കും വോട്ടെടുപ്പ് നടക്കുക. 2029 പൊതു തെരഞ്ഞെടുപ്പ് മുതൽ സ്ത്രീകൾക്ക് ലോക്സഭയിലും നിയമസഭകളിലും 33% സംവരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കേന്ദ്ര സർക്കാർ ഭേദഗതി ബിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ച തന്നെ സഭയ്ക്കുള്ളിൽ നടന്നു. ഇന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിനെതിരെ ഉണ്ടായിരുന്നു. DMK അംഗങ്ങളൊക്കെ കറുപ്പണിഞ്ഞുകൊണ്ടാണ് ഇന്നും സഭയിലെത്തിയത്. ഇന്ന് രാഹുൽ ഗാന്ധി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്പം മുൻപ് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ ബില്ല് വനിതാ സംവരണ ബിൽ അല്ല, സത്യത്തിനായി പൊരുതാൻ തനിക്കൊരു മടിയുമില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇത് വനിതാ ബില്ലല്ല, രാജ്യത്തെ തെരഞ്ഞെടുപ്പ് രംഗം മാറ്റിമറിക്കാനുള്ള ബില്ലാണ് ഇത്. രാഷ്ട്രീയ ലക്ഷ്യം നേടാൻ സർക്കാർ സ്ത്രീകളെ മറയാക്കുകയാണ് എന്നതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. OBC വിഭാഗത്തിന് അവകാശം നിഷേധിക്കുന്നത് സർക്കാരിന്റെ അജണ്ടയാണ് എന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ഭരണഘടനയ്ക്ക് മേൽ മനുവാദം അടിച്ചേൽപ്പിക്കാൻ ശ്രമം നടക്കുന്നു എന്ന കുറ്റപ്പെടുത്തലും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഇന്നുണ്ടായി. അദ്ദേഹം കുറേയധികം അനുഭവങ്ങൾ മറ്റും കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇന്ന് സഭയിൽ സംസാരിച്ചത്. ജാതി സെൻസസ് കണക്കുകൾ ലോക്സഭയിലും രാജ്യസഭയിലെയും പ്രാതിനിധ്യം തീരുമാനിക്കാൻ ഉപയോഗിക്കുമോ എന്നതാണ് ചോദ്യം. ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം മാറ്റിവരയ്ക്കാനാണ് BJP സർക്കാർ ശ്രമിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. അസമിലും ജമ്മു കാശ്മീരിലും ഇതിനാണ് ശ്രമം നടന്നത്. ഇത് രാജ്യവിരുദ്ധ നീക്കമാണ് എന്നതാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നത്. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പിന്നാക്ക ദളിത് വിഭാഗങ്ങളുടെ അവകാശം കവരുന്നതിനെ തടയുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ജുഡീഷ്യറിയിലും സ്വകാര്യ മേഖലയിലും OBC വിഭാഗം എവിടെയാണുള്ളത് എന്നൊരു ചോദ്യം രാഹുൽ ഗാന്ധി ഉന്നയിച്ചു. OBC ദളിത് വിഭാഗക്കാർക്ക് രാഷ്ട്രീയ അധികാരമില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. എന്നാൽ രാഹുൽ ഗാന്ധി ഈ പ്രസംഗം നടത്തുന്നതിനിടെ വലിയ വിമർശനം ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. കേന്ദ്രമന്ത്രി കിരൺ റിജിജു തന്നെ രംഗത്തെത്തുന്നത് കണ്ടു. OBC വിഭാഗക്കാരനാണ് പ്രധാനമന്ത്രി എന്ന കാര്യങ്ങൾ ഭരണപക്ഷ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. എന്തുകൊണ്ട് കോൺഗ്രസ് 60 കൊല്ലം ഭരിച്ചിട്ടും OBCകൾക്ക് സംവരണം നൽകിയില്ല എന്നൊരു ചോദ്യം കിരൺ റിജിജു ചോദിച്ചു. മാത്രവുമല്ല, രാജീവ് ഗാന്ധി OBC സംവരണത്തെ എതിർത്തു എന്ന കാര്യവും കിരൺ റിജിജു ചൂണ്ടിക്കാട്ടി. അങ്ങനെ സഭ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളിലേക്ക് കടക്കുന്നത് രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ നമ്മൾ ഇന്ന് കണ്ടു. മാജിക്കുകാരനും ബിസിനസ്സുകാരനും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാമെന്ന് രാഹുൽ പറഞ്ഞത് സഭയിൽ വലിയ ബഹളത്തിനിടയാക്കി. മാജിക്കുകാരനെന്ന് പ്രധാനമന്ത്രിയെ രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചതാണ് വലിയ ബഹളങ്ങൾക്ക് കാരണമാക്കിയത്. മാജിക്കും ഭൂതവും ഒക്കെ പ്രസംഗത്തിൽ നിന്ന് ഒഴിവാക്കാൻ സ്പീക്കർ ഉപദേശിച്ചു. തെരുവിൽ നിന്ന് സംസാരിക്കുന്ന ഭാഷയിൽ സഭയിൽ സംസാരിക്കാൻ പറ്റില്ല എന്നൊരു നിർദ്ദേശം സ്പീക്കർ നൽകി. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന ശക്തിക്ക് പ്രധാനമന്ത്രിയുടെ എല്ലാ രഹസ്യവും അറിയാം, ഈ രഹസ്യം ഈ ശക്തി ഉപയോഗിക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് രാഹുൽ പറഞ്ഞത്. എന്തായാലും പ്രധാനമന്ത്രിയെ കടന്നാക്രമിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി സഭയിൽ സംസാരിച്ചിരിക്കുന്നത്. മനുവാദം നടത്താനുള്ള ശ്രമം നടക്കുന്നു. തെരഞ്ഞെടുപ്പ് രംഗം മാറ്റിമറിക്കാനാണ് വനിതാ ബില്ലിന്റെ പിന്നിൽ നടക്കുന്ന നീക്കങ്ങളിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ വാക്കുകളൊന്ന് കേൾക്കാം. This is an attempt to change the electoral map of India. Using and hiding behind India's women. And actually it is a shameful act. Because instead of giving them women's reservation, which is very easy to do, and every single opposition person will support it right now, bring that old bill back right now, and we will help you pass it for implementation from this second. Now, that is the women's bill. This is something else. I have become more and more aware of this truth. And that is the brutal, cruel, unforgiving treatment of the OBC community, of the Dalit community, and other communities. രാഹുൽ പ്രധാനമന്ത്രിയെ അപമാനിക്കുന്നു എന്നാരോപിച്ചാണ് BJP ഈ രാഹുൽ ഗാന്ധിക്കെതിരെ സഭയ്ക്കുള്ളിൽ നീക്കം ആരംഭിച്ചത്. പ്രധാനമന്ത്രിയെ അപമാനിക്കാനുള്ള നീക്കത്തെ ശക്തമായി അപലപിക്കുന്നുവെന്നും രാഹുൽ ക്ഷമ ചോദിക്കണമെന്നുമാണ് രാജ്നാഥ് സിംഗ് ഇതിനോട് പ്രതികരിച്ചത്. നരേന്ദ്രമോദി അപമാനിക്കുന്നത് രാജ്യത്തെ ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു.
ഈ ബിൽ പരാജയപ്പെടാൻ പോവുകയാണ് എന്നതാണ് രാഹുൽ ഗാന്ധി സഭയിൽ പറഞ്ഞത്. അടുത്ത മണിക്കൂറുകളിൽ ഈ ബിൽ പരാജയപ്പെടാൻ പോകുന്നു, പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കും എന്നത് ആവർത്തിച്ച് സഭയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. എന്താണ് ഈ ബില്ലിനെ കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞത് എന്നത് നമുക്കറിയാം. സംവരണ ഭേദഗതി ബില്ലിനെ എതിർക്കുന്നവർക്ക് രാജ്യത്തെ സ്ത്രീകൾ മാപ്പ് നൽകില്ല എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നത്. വനിതാ സംവരണത്തിന് രാഷ്ട്രീയ നിറം നൽകരുത് എന്ന് പ്രധാനമന്ത്രി പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിച്ചു. രാജ്യത്തിന്റെ വികസന യാത്രയിലെ സുപ്രധാന നിമിഷമാണ് ഇത് എന്നതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നത്. തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയയിൽ സ്ത്രീകളെ പങ്കാളിയാക്കാനുള്ള ചരിത്രപരമായ അവസരമാണ് ഇത് എന്നതും കഴിഞ്ഞ ദിവസം സഭയിൽ സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. മുൻകാലങ്ങളിൽ ഈ ബില്ലിനെ എതിർത്തവർക്ക് തെരഞ്ഞെടുപ്പുകളിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നിട്ടുണ്ട്. 2029 ഇത് നടപ്പാക്കാനായില്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടുമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. എന്നിട്ട് പ്രധാനമന്ത്രി പറഞ്ഞു, ഇത് നടപ്പിലാക്കുന്നതിനുള്ള ക്രെഡിറ്റ് നിങ്ങൾ എടുത്തോളൂ എന്നതാണ് പറഞ്ഞത്. പക്ഷേ സംവരണം നടപ്പിലാക്കാൻ സഹകരിക്കൂ എന്നതും പ്രതിപക്ഷത്തോട് ആവശ്യപ്പെട്ടു. ക്രെഡിറ്റ് നിങ്ങൾ എടുത്തിട്ട് സഹകരിക്കൂ എന്നതാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. പക്ഷേ അതിനുള്ള ഒരു സാഹചര്യവും ഇപ്പോൾ സഭയിൽ നിലനിൽക്കുന്നില്ല. കാരണം ഇതിന് പിന്നിൽ ഒരുപാട് ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്നത് പ്രതിപക്ഷം ആവർത്തിച്ച് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ രംഗത്ത് വരും. ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിലവിലെ സീറ്റുകളിൽ തന്നെ സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തൂ എന്നതാണ് പ്രതിപക്ഷം ഈ വിഷയത്തിൽ സർക്കാരിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്നും സഭയിൽ കണ്ടു. DMK MP-മാർ ഇന്ന് കറുപ്പണിഞ്ഞുകൊണ്ടാണ് സഭയിൽ എത്തിയത്. തമിഴ്നാട്ടിൽ വലിയ പ്രതിഷേധം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും കണ്ടതാണ്. DMK അണികളും ഇന്ത്യ സഖ്യത്തിലെ മറ്റുള്ളവരും മണ്ഡല പുനർനിർണയ ബില്ലിനെതിരെ ചെന്നൈയിലെ പാർട്ടി ആസ്ഥാനത്ത് പ്രതിഷേധിച്ചു. കറുത്ത വസ്ത്രം ധരിച്ചെത്തിയ പ്രവർത്തകർ ബില്ലിന്റെ കരട് കത്തിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടു. സമാനമായ നിലയിൽ ഇന്ന് കറുപ്പ് ധരിച്ചുകൊണ്ടാണ് DMK അംഗങ്ങൾ പാർലമെന്റിൽ എത്തിയത്. പാർലമെന്റിനോടുള്ള അവഹേളനമാണ് ബില്ലെന്ന് DMK MP കനിമൊഴി പറഞ്ഞു. സീറ്റുകളുടെ എണ്ണം കൂട്ടിയാൽ ദക്ഷിണേന്ത്യ അവഗണിക്കപ്പെടുമെന്ന സാഹചര്യം കനിമൊഴി അവരുടെ വാക്കുകളിൽ എടുത്തു പറഞ്ഞു. ഉത്തരേന്ത്യയ്ക്ക് ഗുണം ലഭിക്കുന്ന സാഹചര്യമാണ്. രാഷ്ട്രീയ നേട്ടത്തിന് വനിതകളെ കേന്ദ്ര സർക്കാർ ആയുധമാക്കുകയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കനിമൊഴിയും ഇന്ന് സഭയിൽ ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ വലിയ പ്രതിഷേധം. 6 മണിക്ക് വോട്ടെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഈ വിഷയത്തിൽ R കിരൺ ബാബു നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. കിരൺ, എന്തായാലും ഇതൊക്കെയാണ് ഇന്ന് സഭയിൽ നടന്നത്. ഇപ്പോൾ നിർണായക കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട്. അമിത്ഷാ ലോക്സഭാ സ്പീക്കറെ നേരിൽ കണ്ട് സംസാരിക്കുന്നു എന്നതിന്റെ വിവരങ്ങൾ വരുന്നു. ഈ ബില്ല് എങ്ങനെയെങ്കിലും പാസ്സാക്കിയെടുക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. വലിയ രീതിയിലുള്ള അഭ്യർത്ഥന പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുൾപ്പെടെ ഈ ബിൽ പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. പക്ഷേ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. തങ്ങളുടെ രാഷ്ട്രീയ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടും എന്ന ആശങ്ക പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചുണ്ട്. മാത്രവുമല്ല BJP ഈ സമയം ഇതിന് തെരഞ്ഞെടുത്തതിൽ, ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ഈ സമയം ഈ ബില്ല് പാസ്സാക്കുന്നതിൽ എടുക്കുന്നതിൽ, ഒപ്പം തന്നെ മണ്ഡല പുനർനിർണയം എന്ന ഒരു ഉപാധി ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നതിലൊക്കെ വലിയ ആശങ്കകളാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒറ്റക്കെട്ടായി ഇതിനെതിരെ രംഗത്ത് വരാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോഴും അവർ ആവർത്തിച്ച് പറയുന്നു വനിതാ സംവരണത്തിന് തങ്ങൾ എതിരല്ല എന്ന കാര്യം. R കിരൺ ബാബു നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നു. കിരൺ, ഇനിയുള്ള മണിക്കൂർ നോക്കൂ, ഈ ബില്ല് പരാജയപ്പെടാൻ പോവുകയാണ് എന്നതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. വോട്ടെടുപ്പ് 6 മണിക്ക് നടക്കും എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. നിർണായകമായ ചില കൂടിക്കാഴ്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നതും അറിയാൻ കഴിയുന്നു. എന്താണ് സാഹചര്യം? എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ? രേണുക, നിലവിലെ കണക്ക് പ്രകാരം ഏതെങ്കിലും തരത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ സാധ്യതയില്ല. പക്ഷേ അങ്ങനെ ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം ഈ സർക്കാർ പലപ്പോഴും ഭൂരിപക്ഷമില്ലാതെ പല ബില്ലുകളും കൊണ്ടുവരികയും അതൊക്കെ അതിസമർത്ഥമായി തന്നെ ആളുകളെ അവിടെ വോട്ടെടുപ്പിൽ പങ്കെടുപ്പിച്ചും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിർത്തിയും ഒക്കെ അത് പാസ്സാക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ ഈ കുറി ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം, പ്രതിപക്ഷത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉറച്ച ശബ്ദത്തിൽ തന്നെയാണ്. ആരെങ്കിലും അക്കാര്യത്തിൽ ഒരു മയപ്പെടുത്തൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. അവരെല്ലാവരും ഉറച്ച ശബ്ദത്തിൽ തന്നെയാണ് ഐക്യത്തോടു
ആവേശത്തോടുകൂടി ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത്. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഒരാശയം ഇത് സ്ത്രീ സംവരണം നടപ്പാക്കാൻ വേണ്ടിയുള്ളതാണ് ഈ ബില്ല് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത് സ്ത്രീ സംവരണവുമായി ഇതിന് യാതൊരുവിധ ബന്ധവുമില്ല, ഇത് മണ്ഡല പുനർനിർണ്ണയം എന്ന ലക്ഷ്യത്തിലാണ്. മണ്ഡല പുനർനിർണ്ണയം എന്നത് BJPക്ക് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2029 അധികാരം നിലനിർത്താൻ വേണ്ടിയുള്ള തന്ത്രപരമായ ഒരു നീക്കം മാത്രമാണ്. എന്തിനാണ് അങ്ങനെ ഒരു സ്ത്രീ സംവരണ ബില്ല് പാർലമെന്റ് ഐകകണ്ഠ്യേന പാസാക്കിയതാണ്. അക്കാര്യത്തിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട പാർട്ടി ല്ല ഒരുമിച്ച് പാസാക്കിയ ഒരു ബില്ല് ഇപ്പോൾ ആ ബില്ല് നടപ്പാക്കാൻ വേണ്ടി എന്തിനാണ് മണ്ഡല പുനർനിർണ്ണയം നടത്തുന്നത്? രാജ്യത്തെ നിലവിലുള്ള മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ 1/3 സംവരണം സ്ത്രീകൾക്ക് സംവരണം ചെയ്യാൻ എല്ലാവരും സമ്മതമാണ്. എന്തിനാണ് എതിർപ്പ് എന്നുള്ള ചോദ്യമാണ് ഉയർത്തുന്നത്. എന്നാൽ BJP ഉയർത്തുന്നത് പ്രധാനമായും അങ്ങനെയല്ല, നിലവിലുള്ള MP-മാരുടെ ഒന്നും അവസരം നഷ്ടപ്പെടരുത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടുതൽ MP-മാരുടെ ഉണ്ടാകുക, അത് 540 നിന്ന് അത് 850 വർദ്ധിപ്പിക്കുക. 850 വർദ്ധിപ്പിക്കുമ്പോൾ നിലവിലുള്ള MP-മാർക്കൊന്നും അവസരം നഷ്ടപ്പെടാതെ അധികമായി വരുന്ന സീറ്റുകൾ അത് സ്ത്രീ സംവരണത്തിലൂടെ കൊണ്ടുവരാൻ കഴിയും. അത് ഈ സ്ത്രീ സംവരണത്തെ തന്നെ അട്ടിമറിക്കാനാണെന്നും അതോടൊപ്പം തന്നെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ് എന്നും പറയുന്നു. ഈ ബില്ലിൽ എവിടെയും എങ്ങനെയാണ് ഈ എണ്ണം വർദ്ധിപ്പിക്കുന്നത് എന്ന് കൃത്യമായി പറയുന്നില്ല. എന്നാൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് ഈ എണ്ണം വർദ്ധിപ്പിക്കുന്നത് നിലവിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും എത്ര ലോക്സഭാ സീറ്റുകളാണോ നിലവിലുള്ളത് അതിൻ്റെ 50% വീതം വർദ്ധിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ 20-30 ആവും, തമിഴ്നാട്ടിലെ 39 എന്ന് പറയുന്നത് 59 ആവും. അങ്ങനെ ആ തരത്തിലായിരിക്കും വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ കുറവ് വരുന്നില്ല, ശതമാനത്തിൽ കുറവ് വരുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ബില്ലിൽ എവിടെയും അങ്ങനെ ഒരു വ്യവസ്ഥയില്ല. 850 കൂടാത്ത നമ്പർ വേണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ആഭ്യന്തരമന്ത്രിയുടെ മറുപടി, ഇതൊക്കെ തയ്യാറാക്കിയ ആഭ്യന്തരമന്ത്രി തന്നെയല്ലേ ഇത് പറയുന്നത്, പിന്നെ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നു. പക്ഷേ ഇതിൽ പ്രതിപക്ഷം കാണുന്ന പ്രധാന ഭൂരിപക്ഷം മാത്രം മതി പാർലമെന്റിന്. അതുകൊണ്ട് ഇപ്പോൾ ഇത് പ്രതിപക്ഷം വഴങ്ങി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് സർക്കാരിന്റെ ഇഷ്ടപ്രകാരം ഏത് തരത്തിൽ വേണമെങ്കിലും മാറ്റം വരുത്താം. അതിന് യാതൊരുവിധ നിയമ തടസ്സവുമില്ല. ഇതാണ് പ്രതിപക്ഷ പാർട്ടികളെ ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവർ കാണുന്ന പ്രധാനപ്പെട്ട അപകടം ഇതാണ്. അങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ബില്ലിൽ അത്തരത്തിലുള്ള വ്യവസ്ഥകൾ വെച്ചില്ലെങ്കിൽ ആ തരത്തിലുള്ള വ്യവസ്ഥകൾ വെച്ച് ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറാകുമായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും പ്രതിപക്ഷ പാർട്ടികളാകെ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എതിർക്കുന്നത്. ഈ ബില്ല് പാസ്സാവും എന്നുള്ളത് തന്നെയാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രധാനമന്ത്രി സഭയിൽ പറയുമ്പോൾ പ്രധാനമായും പറഞ്ഞത് രാജ്യത്തെ സ്ത്രീകളെ ശാക്തീകരിക്കാൻ വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളുടെ കാര്യമെങ്കിലും ഓർക്കൂ. നിങ്ങൾ ഈ രാജ്യത്തെ സ്ത്രീകളെ ശാക്തീകരിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ മറ്റെല്ലാം മറന്ന് ഒന്നിച്ചു നിൽക്കുകയാണ് വേണ്ടത് എന്നുള്ളൊരു സ്വരമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഭരണപക്ഷത്തെ കടന്നാക്രമിക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമായും പറഞ്ഞത് ഇത് സ്ത്രീ സംവരണവുമായി ഈ ബില്ലിന് ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ല, ഇത് കുറുക്കു വഴിയിലൂടെ അധികാരം നിലനിർത്താൻ വേണ്ടിയുള്ള BJPയുടെ ശ്രമത്തിൻ്റെ കേന്ദ്ര സർക്കാർ ശ്രമത്തിൻ്റെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുള്ള ഒന്നാണ്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മേൽ മനുവാദം അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ജാതി സെൻസസ് നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലും ബംഗാളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാനത്തെ ആഴ്ച, ഇനി ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിനുള്ള. തമിഴ്നാട്ടിൽ 23-ാം തീയതി ഒരു ഘട്ടമായി നടക്കുന്നു. ബംഗാളിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പും ഈ 23-നാണ്, അടുത്ത വ്യാഴാഴ്ചയാണ് നടക്കേണ്ടത്. അതിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇത്തരം ഒരു ചർച്ച കൊണ്ടുവന്ന് ആ ചർച്ചയിലൂടെ അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ദളിത് പിന്നാക്ക വിഭാഗങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്നതാണ് അല്ലെങ്കിൽ അവഗണിക്കുന്നതാണ് ഈ ബില്ല് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ മണ്ഡലങ്ങളുടെ എണ്ണം പുനർനിശ്ചയിക്കുമ്പോൾ, എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ അത് ദക്ഷിണേന്ത്യ പൂർണ്ണമായും ഒഴിവാക്കാൻ വേണ്ടിയാണ്, വടക്കേ കിഴക്കൻ സംസ്ഥാനങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാൻ വേണ്ടിയാണ്, ചെറിയ സംസ്ഥാനങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരം സംസ്ഥാനങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് BJPക്ക് താല്പര്യമുള്ള സ്ഥലങ്ങളെ മാത്രം നിർത്തിക്കൊണ്ടുള്ള അവിടെ മാത്രം എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് നടത്താൻ പോകുന്നതെന്നും ഇത് ദേശവിരുദ്ധമാണെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും പറയുന്നു. പ്രതിപക്ഷം ആകെ ഉയർത്തുന്ന ആശങ്കകളൊക്കെ നിറഞ്ഞതായിരുന്നു രാഹുൽ ഗാന്ധി ഇന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. അത് അക്കമിട്ട് നിരത്തിക്കൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. കിരൺ, ഈ വിഷയത്തിൽ ഇപ്പോൾ ഇനിയുള്ള സാധ്യതകൾ എന്താണ്? 6 മണിക്ക് അമിത്ഷാ സഭയെ അഡ്രസ് ചെയ്യുമെന്നാണ് മനസ്സിലാകുന്നത്. കൂടുതൽ ഉറപ്പുകൾ പ്രതിപക്ഷത്തിന്റെ ഈ ആശങ്കകളുമായി ബന്ധപ്പെട്ട് നൽകാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ നൽകി പ്രതിപക്ഷത്തെ അനുനയിപ്പിച്ചുകൊണ്ട് അവരുടെ പിന്തുണ കൂടി വാങ്ങാനുള്ള സാധ്യത എന്താണ്? ഇപ്പോൾ പ്രധാനമന്ത്രിയുമായി കിരൺ റിജിജു കൂടിക്കാഴ്ച നടത്തുന്നു എന്ന വാർത്ത വരുന്നു. ഓം ബിർളയുമായി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ഈ ബില്ല് JPCക്ക് വിടാനുള്ള സാധ്യതകൾ കൂടി ആരായുന്നു എന്ന തരത്തിലൊക്കെയുള്ള വാർത്തകൾ വരുന്നു. അപ്പോൾ പ്രതിപക്ഷം ഉറച്ചു തന്നെ എന്ന് കാണുന്ന ഘട്ടത്തിൽ എന്താണ് സർക്കാരിന്റെ അടുത്ത നീക്കങ്ങൾ? രേണുക, പ്രതിപക്ഷം ഏതെങ്കിലും തരത്തിൽ സർക്കാരിൻ്റെ അനുനയ നീക്കത്തിൽ വഴങ്ങാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് നിലവിൽ ഈ പ്രതിപക്ഷ നേതാക്കളെല്ലാവരും പാർലമെന്റിൽ സംസാരിച്ചതെന്ന് നമുക്ക് ബോധ്യമാകുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം
ഇപ്പോൾ ഇത് ഭരണഘടനാ ഭേദഗതിയാണ്. ഭരണഘടനാ ഭേദഗതി പാസ്സാക്കണമെങ്കിൽ എത്രയാണോ ലോക്സഭയിൽ അംഗങ്ങളുള്ളത് ആ അംഗങ്ങളുടെ 2/3 പേരുടെ ഭൂരിപക്ഷം വേണം. നിലവിൽ അങ്ങനെ ഒരു 2/3 പേരുടെ ഭൂരിപക്ഷം ഉണ്ടാവണമെങ്കിൽ പ്രതിപക്ഷ നിരയിൽ നിന്ന് വലിയൊരു വിഭാഗം ആളുകൾ, ഒരു 10-40 എംപിമാരെങ്കിലും വിട്ടു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. അല്ലെങ്കിൽ കുറേ ആളുകൾ അവരെ അനുകൂലിച്ചുകൊണ്ട് ഭരണപക്ഷത്തെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്ന അവസ്ഥ. ഭരണഘടന അനുകൂലിച്ച് അങ്ങനെ വോട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും ഇത്രയേറെ എംപിമാർ. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും പ്രധാനപ്പെട്ട പാർട്ടികൾ വിട്ടു നിൽക്കുന്ന അവസ്ഥ വരണം. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ വിട്ടു നിന്ന് കഴിഞ്ഞാൽ അത് ആ പാർട്ടിക്ക് വലിയ നാണക്കേടുമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇപ്പോൾ ഇത് പാസ്സായെന്ന് കരുതുക, ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷം അതിനൊരു അനുനയത്തിന് തയ്യാറാവുന്നു. അങ്ങനെ പാസ്സായി കഴിഞ്ഞാൽ പിന്നീട് ഇത് എങ്ങനെയാണ് മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതെന്ന് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിന് ഒരു ഭരണഘടനാ ഭേദഗതി ആവശ്യമില്ല. അത് സാധാരണ ഒരു തീരുമാനമായി കൊണ്ടുവന്ന് അവിടെ കേവല ഭൂരിപക്ഷം, ഒരാളുടെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അത് പാസ്സാക്കാം. അത് പാസ്സാക്കാനുള്ള ഭൂരിപക്ഷം BJPക്ക് ഉണ്ട്. അതുകൊണ്ട് പാർലമെന്റ് തന്നെയാണ് വീണ്ടും പാസ്സാക്കിയതെന്ന് പറയാൻ BJPക്ക് യാതൊരു മടിയുമില്ല. BJP അങ്ങനെയൊക്കെ ചില കാര്യങ്ങളിലൊക്കെ ഒളിച്ചു കടത്തലുകൾ നടത്തുന്ന ഒരു പാർട്ടി കൂടിയാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന് വിശ്വസിക്കാൻ കഴിയില്ല. പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ ആകെയുള്ള ബലം എന്ന് പറയുന്നത് 2/3 പേരുടെ ഭൂരിപക്ഷം ഭരണപക്ഷത്തിന് ഇല്ല. അവിടെ പ്രതിപക്ഷത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയും. ഇവിടെ ഇത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇതുമായി മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ഈ ഡീലിമിറ്റേഷനുമായി പ്രതിപക്ഷം ഭയക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ എണ്ണം വർദ്ധിപ്പിക്കൽ. എങ്ങനെയാണ് എണ്ണം വർദ്ധിപ്പിക്കുന്നത്? അത് ജനസംഖ്യാനുപാതികമായിട്ടാണോ എണ്ണം വർദ്ധിപ്പിക്കുന്നത്? ജനസംഖ്യാനുപാതികമായിട്ടാണ് എണ്ണം വർദ്ധിപ്പിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ജനസംഖ്യാ നിയന്ത്രണം എന്ന കേന്ദ്ര സർക്കാർ നയം കൃത്യമായി നടപ്പാക്കിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, ഒറീസ അടക്കമുള്ള സംസ്ഥാനങ്ങൾ, അങ്ങനെ ആ നയം നടപ്പാക്കിയ സംസ്ഥാനങ്ങളുടെ എംപിമാരുടെ പ്രാതിനിധ്യം കുറയും. അതോടൊപ്പം തന്നെ ഈ നയത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ, കേന്ദ്ര സർക്കാരിൻ്റെ നയം തള്ളിക്കളഞ്ഞുകൊണ്ട് ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കാതിരുന്ന ഉത്തർപ്രദേശ്, രാജസ്ഥാൻ അടക്കമുള്ള, ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ പ്രാതിനിധ്യം വർദ്ധിക്കും. അപ്പോൾ സ്വാഭാവികമായും ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കുണ്ടായിരുന്ന പ്രാധാന്യം, ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട പ്രത്യേകത കേരളമായിക്കോട്ടെ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഈ സംസ്ഥാനങ്ങളെല്ലാം തന്നെ BJP ആധിപത്യ സംസ്ഥാനങ്ങളല്ല എന്ന് മാത്രമല്ല BJPക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്ന സംസ്ഥാനങ്ങളാണ്. ഈ സംസ്ഥാനങ്ങളൊക്കെ എണ്ണം കുറഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം അത് പ്രതിപക്ഷത്തെ ആകും എല്ലാ കാലത്തും ദുർബലപ്പെടുത്തുക. രണ്ടാമത്തെ വിഷയം ഡീലിമിറ്റേഷൻ എന്നുള്ളതാണ്. ഏത് ഭരണകൂടമാണോ ഏത് കാലത്തും ഒരു മണ്ഡല പുനർനിർണയം നടത്തുന്നത്, ആ മണ്ഡല പുനർനിർണയം നടത്തുന്ന സർക്കാരിന് ആ കാര്യത്തിൽ ഒരു വ്യക്തമായ ആധിപത്യവും അവരുടെ നിയന്ത്രണവും തീരുമാനവും ഒക്കെ നടപ്പാകും. അത് എപ്പോഴും അവർക്ക് ജയിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നിലവിലെ മണ്ഡലങ്ങൾ, ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ അടുത്തടുത്തുള്ള 2 മണ്ഡലങ്ങൾ, ഒരു മണ്ഡലത്തിൽ രണ്ടാമത് നിൽക്കുന്ന കക്ഷി ഒരു 25,000 50,000 വോട്ടിന് പരാജയപ്പെടുന്നു, തൊട്ടടുത്ത മണ്ഡലത്തിൽ 1 ലക്ഷമോ 1.5 ലക്ഷം വോട്ടിന് വിജയിക്കുന്നു എന്ന് കരുതുക. ആ വിജയിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് ഒരു 50,000 വോട്ട് കൂടി ഇപ്പുറത്ത് വരാൻ കഴിയുന്ന തരത്തിലേക്ക് ആ മണ്ഡലത്തെ ഒന്ന് പുനർനിശ്ചയിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും 2 മണ്ഡലങ്ങളിലെ വിജയം ഉറപ്പാക്കാൻ കഴിയും. അങ്ങനെയൊക്കെ പലതരത്തിൽ ഈ മണ്ഡലങ്ങളെ ആ അതിർത്തികൾ പുനർനിശ്ചയിച്ചുകൊണ്ട് ചില പ്രത്യേക പാർട്ടികൾക്ക് ജയിക്കാൻ, കുറച്ചു കാലത്തേക്കെങ്കിലും ജയിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റണം. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പോ 2 തെരഞ്ഞെടുപ്പിലൊക്കെ സ്വാഭാവികമായും അതിൻ്റെ എഫക്റ്റ് ആ മണ്ഡലങ്ങളിലൊക്കെ ഉണ്ടാവും. അത് പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഭയക്കുന്ന 2 ഘടകം. ഈ 2 ഘടകങ്ങളാണ് പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് ഭയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഈ ഭരണഘടനാ ഭേദഗതി പാസ്സായാൽ പിന്നീട് സർക്കാരിൻ്റെ ഇഷ്ടപ്രകാരം വർധനവ്, പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണത്തിൽ വർധനവ് വരുത്താം, സർക്കാരിൻ്റെ ഇഷ്ടപ്രകാരം ഡീലിമിറ്റേഷൻ നടത്താം. ഇത് രണ്ടും നടന്നാലും സ്വാഭാവികമായും പ്രായോഗികമായി അതിൻ്റെ കനത്ത തിരിച്ചടി നേരിടാൻ പോകുന്നത് പ്രതിപക്ഷ പാർട്ടികൾക്കാകും. അത് കോൺഗ്രസിനായാലും DMKക്കായാലും TMCക്കായാലും CPMനായാലും ഇത്തരം പാർട്ടികൾക്കെല്ലാം തന്നെ, പ്രാദേശിക പാർട്ടികൾക്കെല്ലാം തന്നെ ആ തരത്തിലേക്കുള്ള തിരിച്ചടി ഉണ്ടാവും. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ നേട്ടം, 90% നേട്ടവും ഉണ്ടാകുന്നത് നിലവിൽ BJPക്ക് വലിയ സ്വാധീനമുള്ള പ്രദേശങ്ങളായിരിക്കും. UP പോലെ, രാജസ്ഥാൻ പോലെയുള്ള, മധ്യപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിലായിരിക്കും. ആ നേട്ടം കൊണ്ട് തന്നെ BJPക്ക് ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ആകെ തിരിഞ്ഞു നിന്നാലും അവിടെ, അല്ലെങ്കിൽ ബംഗാളിൽ കൂടി അതിനൊപ്പം നിന്നാലും, മറ്റേ 1-2 സംസ്ഥാനങ്ങൾ നിന്നാലും അതിനെ മറികടന്നുകൊണ്ട് 2029 കഴിഞ്ഞ തവണ BJP ചെറിയ ഭൂരിപക്ഷത്തിലാണ്, 10-25 സീറ്റുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. അടുത്ത തവണ അതിന് അപകടമുണ്ടായാൽ അത് പരിഹരിക്കാൻ ഇതുകൊണ്ട് കഴിയും. അങ്ങനെ വീണ്ടും ഒരിക്കൽ കൂടി പ്രതിപക്ഷ പാർട്ടികൾക്ക് BJPയെ ഭരണത്തിൽ നിന്ന് അകറ്റുക എന്നുള്ള ലക്ഷ്യത്തിൽ നിന്ന് കൂടുതൽ അകന്നു പോകേണ്ടി വരും. അതാണ് പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു അനുനയത്തിൽ, അല്ലെങ്കിൽ BJPയെ സംബന്ധിച്ച് മറ്റു പല വിഷയങ്ങളും വരുമ്പോൾ ഈ പ്രതിപക്ഷ പാർട്ടികളെയൊക്കെ ഏതെങ്കിലും ഒരു സംസ്ഥാനം ഭരിക്കുന്നുണ്ടെങ്കിൽ ആ സംസ്ഥാനത്തിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചോ, അല്ലെങ്കിൽ ഈ പ്രധാനപ്പെട്ട പ്രാദേശിക പാർട്ടി നേതാക്കളുടെ എല്ലാം എതിരെ നിരവധി കേസുകളൊക്കെ ഉണ്ട്. ED കേസ് മുതൽ നിരവധി കേസുകൾ, CBI കേസുകളുണ്ട്, നിരവധി കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങളും കേസുകളും ഒക്കെ ഉണ്ട്. ആ കേസുകൾ കാട്ടിയോ, അങ്ങനെ പലതരത്തിലുള്ള ബാക്ക് ഡോർ വഴിയോ ഫ്രണ്ട് ഡോർ വഴിയോ ഒക്കെ നടത്താവുന്ന ഓപ്പറേഷനുകൾ വഴി ഇവരെയൊക്കെ മയപ്പെടുത്താനും മെരുക്കാനും
ഒക്കെ കഴിയുന്ന ഒരു പാർട്ടിയായിരുന്നു. പക്ഷേ ഇത് ഈ പാർട്ടികളിലെല്ലാം ആത്യന്തികമായ നിലനിൽപ്പിൻ്റെ കൂടി പ്രശ്നമായതുകൊണ്ട് ഈ പാർട്ടികൾ ഈ കുറി അങ്ങനെയുള്ള വഴങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ആ മറുഭാഗത്ത് നിൽക്കുന്നത് ഇതൊക്കെ സാധ്യമാക്കിയ BJP ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ അവസാന നിമിഷം വരെ വോട്ടെടുപ്പ് കഴിയും വരെ നമുക്ക് പൂർണ്ണമായും അതിനെ തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ നിലവിൽ ഈ പ്രതിപക്ഷ പാർട്ടികളെല്ലാം യോജിച്ച് തന്നെ നിൽക്കുകയാണ്. അങ്ങനെയാണ് യോജിച്ച് നിൽക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ഇന്ന് 6 മണിക്ക് നടക്കുന്ന ഇന്ന് വോട്ടെടുപ്പിൽ സർക്കാരിന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ പോലും സർക്കാരിന് മറ്റു തരത്തിൽ നേട്ടമുണ്ട് എന്നുണ്ട്. കാരണം രാജ്യത്തെ സ്ത്രീകളെ സർക്കാർ ഇത് അവതരിപ്പിക്കുന്നത് സ്ത്രീകൾക്ക് സംവരണം നൽകാൻ വേണ്ടി, സ്ത്രീകൾക്ക് അവസരം നൽകാൻ വേണ്ടിയുള്ള ഒരു ബില്ലായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇത് പ്രതിപക്ഷം കാണുന്നത് അങ്ങനെയല്ല, ഇത് രാഷ്ട്രീയ അട്ടിമറിക്ക് വേണ്ടിയുള്ള ഒരു ബില്ലായിട്ടാണ്. തീർച്ചയായും. എന്തായാലും ഇന്നലെ ഈ ബിൽ അവതരിപ്പിക്കാനുള്ള അനുമതി തേടിക്കൊണ്ട് നടന്ന വോട്ടെടുപ്പ് തന്നെ വോട്ടെടുപ്പ് 185 പേർ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. അത്രയും പേർ എതിർത്താൽ തന്നെ ഈ ഭരണഘടനാ ഭേദഗതി പാസ്സാകില്ലെന്ന കാര്യം ഉറപ്പാണ്.